ഹലോ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ഹിന്ദി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിങ്ങനെ ഒരു ചെറിയൊരു സ്റ്റോറി തരും, ഒരു ഷോർട്ട് സ്റ്റോറി, ഒരു 4 ലൈൻസ് അല്ലെങ്കിൽ 3 ലൈൻസിലൊരു സ്റ്റോറി തരും. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് വായിക്കണം. ഓക്കെ, വളരെ സിമ്പിളായിരിക്കും. ക്വസ്റ്റ്യൻ തന്നെ നമുക്കത് ആൻസർ കണ്ടെത്താൻ പറ്റും. ഇത് നന്നായിട്ട് വായിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. पेड़ पर एक गिलहरी रहती थी. उसने एक दिन एक बंदर को देखा. बंदर पेड़ के नीचे बॉल से खेल रहा था. गिलहरी भी उसके साथ खेलने लगी. दोनों खेलते खेलते तालाब के पास पहुँचे. बॉल तालाब में गिरी. दोनों उदास हो गया. ഓക്കെ, അങ്ങനത്തെ ഒരു ചെറിയ കഥയാണ്. ഇവിടെ ബന്ദറുണ്ട്, ഗിൽഹരി ഉണ്ട് അല്ലേ. അവർ രണ്ടുപേരും കളിക്കുകയാണ് അല്ലേ, ബോൾ വെച്ച് കളിക്കുകയാണ്. അങ്ങനെ കളിച്ച് അവരൊരു തടാകത്തിൻ്റെ അടുത്തെത്തി. എന്നിട്ടോ അവസാനം തടാകത്തിലേക്ക് ഈ ബോൾ പോയി. അങ്ങനെ അവസാനം രണ്ടുപേരും ഉദാസ് ഹോഗയെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഹാപ്പി, ഭയങ്കര സങ്കടപ്പെട്ടിരുന്നു. അതാണ് നമ്മുടെ കഥ. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് നോക്കൂ. പേഡ് പെർ കോൻ രേത്തിതി. ഈ മരത്തിൻ്റെ മുകളിൽ ആരാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്? ഗിൽഹരിയാണ് അല്ലേ, അണ്ണാനാണ് ഉണ്ടായത്. ഫസ്റ്റ് ലൈൻ തന്നെ നമുക്ക് നോക്കാം. പേഡ് പെർ ഏക്ക് ഗിൽഹരി രേത്തിതി. പേടിൻ്റെ മുകളിൽ ഒരു അണ്ണാനാണ് ഉണ്ടായത് അല്ലേ. ഏക്ക് ദിൻ ഗിൽഹരിനെ കിസ്കോ ദേക്ക. ഒരു ദിവസം, രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് പറയുന്നത്. ഒരു ദിവസം ഗിൽഹരി ആരെയാണ് കണ്ടത്? ആരെയാണ്? ബന്ദറിനെയാണ് അല്ലേ കണ്ടത്. ബന്ദർ, കുരങ്ങനെയാണ് കണ്ടത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പം മരത്തിൻ്റെ മുകളിൽ ഒരു ഗിൽഹരി ഉണ്ടായിരുന്നു. ഗിൽഹരി ഒരു ദിവസം ബന്ദറിനെ കണ്ടു, കുരങ്ങനെ കണ്ടു അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ബന്ദർ കിസ്സെ ഗേൽ രഹാത്ത. ബന്ദർ എന്ത് വെച്ചാണ് കളിച്ചുകൊണ്ടിരുന്നത്? ബോൾ അല്ലേ, ബോൾ തട്ടിക്കൊണ്ടിരുന്നത്. ബന്ദർ ഇതാ ബോൾസ് ഗേൽ രഹാത്ത. ബോളായിട്ടാണ് കുരങ്ങൻ കളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സഹി പ്രസ്താവ് ചുൻകർ ലിഖോ. ഇതിൽ നമുക്ക് ഒരു 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് വൺ ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ആദ്യത്തേതാണ് കറക്റ്റ് കേട്ടോ. ഗിൽഹരി ഓർ ബന്ദർ തലാബ് കെ പാസ് പൗഞ്ചെ. അവർ രണ്ടുപേരും കളിച്ച് തടാകത്തിൻ്റെ അല്ലെങ്കിൽ തോടിൻ്റെ അടുത്താണ് എത്തിയത് അല്ലേ. തലാബ് കെ പാസ് പൗഞ്ചെ. ഇവിടെ വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ. സടക്കാണോ, ബഗീച്ചയാണോ, ഗർക്കെ പാസ്സാണോ? ദാ ഇവിടെ ഓരോ ഓപ്ഷൻസും അവർ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം, ഈ കഥ വായിച്ച് നമുക്കറിയാം അത് തലാബിൻ്റെ, കുളം, തോട് എന്നൊക്കെ പറയും കേട്ടോ, അതിൻ്റെ അടുത്താണ് എത്തിയതെന്നല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷനാണ് ശരി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ബോൾ കഹാ ഗിരി. ബോൾ എങ്ങോട്ടാണ് പോയത്? തലാബ് മേലെ. തലാബിലാണ് പോയത്. ബോൾ പോയില്ലേ, അവരുടെ ബോൾ പോയില്ലേ, തലാബിലേക്കാണ് അല്ലേ, കുളത്തിലേക്കാണ് പോയത്. അപ്പോൾ ഈ സ്റ്റോറീനെ ബേസ് ചെയ്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത് വന്നിട്ടുള്ളത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് പാർട്ട് അല്ലേ. ഫസ്റ്റത്തെ ആക്ടിവിറ്റി വളരെ ഈസിയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, അടുത്ത ആക്ടിവിറ്റി നോക്കാം കേട്ടോ. അടുത്ത നോക്കൂ. പേഡ് കാ ജാദു പാഠ് ഭാഗ് കാ യ അംശ് പഠേ ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖോ. അപ്പം നമ്മുടെ പേഡ് കാ ജാദു എന്ന് പറഞ്ഞിട്ടുള്ള കഥയിലെ ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് അവരൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അതെന്താണ് നോക്കാം. ആദ്യം നമുക്ക് പാഠഭാഗം നോക്കാം. പേഡ് പർ ദേക്കോ ചിടിയ ബൈട്ടി ഹി. ബൈട്ടി ഹേ ആണ് കേട്ടോ അവിടെ. ചിടിയാക്കോ मन नहीं पाला. पेट के होने से वे आ गई. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ്? പേട് കെ ഹോനെ സെ വേ ആ ഗൈ. കോൻ ആ ഗൈ. ആരാണ് വന്നത്? ഇവിടെ ആരാണ് വന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ചിടിയ ആണല്ലേ. യെസ്, ചിടിയ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പേട് ലഗായേം ഹരിയാലി ഫെലായേം സന്ദേശ് ജോഡ്കർ പ്രകൃതി സംരക്ഷൺ पर एक പോസ്റ്റർ തയ്യാർ കരോ. ഇത് എല്ലാ പ്രാവശ്യത്തെ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രകൃതി സംരക്ഷണത്തിനെ കുറിച്ചിട്ടൊരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഒന്നെങ്കിൽ പ്രകൃതി സംരക്ഷണം അല്ലെങ്കിൽ വാട്ടർ കൺസർവേഷൻ കേട്ടോ. അപ്പം പ്രകൃതി സംരക്ഷണമാണ് നിങ്ങളോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയുന്ന പോലെ പ്രകൃതി സബ്കാ ഘർ ഹേ എന്ന് അതിന് ആദ്യം തന്നെ പോസ്റ്ററിന് നമ്മളിങ്ങനെ അതിൻ്റെ പോസ്റ്ററിൻ്റെ ഒരു രൂപം ഉണ്ടാക്കണം കേട്ടോ. ഇങ്ങനെ ഒരു പ്ലക്കാർഡ് പോലെ എഴുതിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. പ്രകൃതി സബ്കാ ഘർ ഹേ. ഓക്കെ, പ്രകൃതി സബ്കാ ഘർ ഹേ എന്ന് പറഞ്ഞിട്ട് വേണം
എന്താണ് ഒരു പോസ്റ്റർ തയ്യാറാക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു ചിത്രമൊക്കെ, ഒരു ഭൂമിയുടെ ചിത്രമൊക്കെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, കളർഫുൾ ആക്കാം. അപ്പം നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, പ്രകൃതിയെക്കുറിച്ചാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രകൃതി സബ്കാ ഘർ ഹേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോട്ട്സ് എഴുതിയിട്ടുള്ള പോസ്റ്റർ നിങ്ങൾക്ക് തയ്യാറാക്കാം. ഓക്കെ, അല്ല ഇനി പാനിയാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ പാനി അമൂല്യ ഹേ. ഓക്കെ, പാനി അമൂല്യ ഹേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റർ തയ്യാറാക്കാം. അപ്പോൾ ഈ പോസ്റ്റർ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എല്ലാ തവണയും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. ചിത്ര ദേക്കോ ഓർ നമൂൻ കെ അനുസർ ലിഖോ. ഓക്കെ, നമ്മൾ ചിത്രം നോക്കിയിട്ട് ഇവിടെ ഇനി എന്താണ് എഴുതേണ്ടത്? ഇവിടെ എണ്ണം എഴുതണം അല്ലേ. ആദ്യത്തെ തന്നെ 4 തിത്ലിയ, 4 ബട്ടർഫ്ലൈസ് ഉണ്ട് അല്ലേ, 4 പൂമ്പാറ്റകൾ. ഇനി ഫൂൽ എത്രയുള്ളത്? 1 2 3 4 5 7 8 9. 9 ഫൂൽ അല്ലേ. 9 എങ്ങനെ എഴുതുക? 9 ഫൂൽ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാനൊക്കെ അറിയുന്നതായിരിക്കും. ഇങ്ങനെ എഴുതുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇനി അടുത്തത് പേട്. പേട് എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട് അല്ലേ. 6-ന് എന്താ നമ്മൾ പറയുക? 6-ന് ച് അല്ലേ, ച് പേട്, ച് പേട്. ഓക്കെ, അടുത്തത് എന്താണ്? മാംഗോ. ആം എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 7. 7 ആണ് അല്ലേ. 7 എണ്ണം ഉണ്ട്. 7 ആം. ഇനി ഗിൽഹരി എത്ര എണ്ണം ഉള്ളത്? ഗിൽഹരി നോക്കൂ, ഗിൽഹരി 4 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ ഗിൽഹരി 4. ഓക്കെ, ഗിൽഹരി 4. ഇനി അടുത്തത് നോക്കൂ. അയ്യോ സോറി, ഗിൽഹരി 2 ആണല്ലേ, 4 അല്ല, ഗിൽഹരി 2. 1 2 2 ഗിൽഹരി അല്ലേ. ഇനി അടുത്ത് നോക്കൂ. മച്ഛലി എത്രയാണുള്ളത്? 1 ആണ് അല്ലേ. മച്ഛലി 1. 1 മച്ഛലി 2 ഗിൽഹരി. നിങ്ങളിതുപോലെ തെറ്റിക്കരുത് കേട്ടോ, നോക്കിയിട്ട് വളരെ ശ്രദ്ധിച്ച് വേണം എഴുതാൻ. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എണ്ണാനും എഴുതാനും അറിയണം കേട്ടോ. 1 2 3 4 അറ്റ്ലീസ്റ്റ് നിങ്ങൾ 10 വരെ പഠിച്ചിരിക്കണം. ഇതുപോലെ നിങ്ങൾക്ക് തരുമ്പോൾ അത് എണ്ണി എഴുതണം കേട്ടോ. അത് ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ് അല്ലേ. 4 തിത്ലിയ, പിന്നെ എത്രയാണ് അടുത്തത്? 9 ഫൂൽ അല്ലേ. ഇനി പേടാകുമ്പം ച പേട്, 7 ആം, 2 ഗിൽഹരിയ और 1 മച്ഛലി. മനസ്സിലായല്ലോ, സിമ്പിളല്ലേ. ഇനി അടുത്ത് നോക്കൂ. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ തവണയും തരുന്നതാണ് ഇങ്ങനെ ചെറിയ ചിത്രങ്ങൾ തരും. എന്നിട്ട് ഈ ചിത്രത്തിനോട് മാച്ചായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് താഴെ തരും. ഇത് നമ്മൾ ഓർഡർ ആക്കി എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഓർഡർ ആക്കിയിട്ട് ഓരോ ചിത്രത്തിനും അനുയോജ്യമായിട്ടുള്ള സെൻറ്റൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓർഡറിൽ എഴുതണം. അവരിവിടെ ഡിസോർഡർ ആക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ഓർഡർ ആക്കാം. ഓക്കെ, ഇങ്ങനെ മിനിമൈസ് ചെയ്ത് വെച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആദ്യത്തെ തന്നെ ഏതാണ്? ഇതാ നോക്കൂ. ഇതാണ് ഒന്നാമത് വരുന്നത് കേട്ടോ. 2 പേര് അവരെന്താണ് കളിക്കുകയാണല്ലേ. യെസ്, ഖുഷി ഓർ ബോൾ ഗേൽ രഹി തി. അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. യെസ്. രണ്ടാമത്തത് നോക്കൂ. വാ വാ കിത്ന മസ, എന്ത് രസമാണല്ലേ. യെസ്, ഇത് രണ്ടാമത്തത്. ഓക്കെ, 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു. അടുത്ത മൂന്നാമത്തത് എന്താണ്? ചേഞ്ച് ബോൾ മേ ഫംസ് ഗയി. ഓക്കെ, ചോഞ്ചാണ് കേട്ടോ. ചോഞ്ച് ബാ മേ ഫസ് ഗയി, അത് കുടുങ്ങിപ്പോയി അല്ലേ. യെസ്. അടുത്തത് ഏതാണ്? ബാഗേ ദോസ്തേ ബാഗേ ഏക്ക് വിചിത്ര ജീവ്. ഒരു എല്ലാവരും ഓടിവാ, ഇവിടെ എന്താണുള്ളത്? ഒരു വിചിത്ര ജീവി ഉണ്ടെന്നല്ലേ. ഇനി അടുത്തത് എന്താ? ഖുഷി ഉദാസേ. ഖുഷി ഉദാസേ. ഖുഷിക്ക് എന്താണ്? സങ്കടം വന്നു. 5ാമത്തത് സങ്കടം വന്നു. ഓക്കെ, ഈ ഓർഡറിൽ വേണം നിങ്ങൾ എഴുതാൻ. നിങ്ങൾക്ക് ഇവിടെ ചിത്രം കൊടുക്കും, അതിന് അനുയോജ്യമായിട്ടുള്ള വേർഡ്സ് എഴുതിയിട്ട് ഓർഡറിൽ നമ്മൾ എഴുതി കൊടുക്കണം കേട്ടോ. ഓർഡറിലാണ് അവർ ഡിസോർഡർ ആക്കിയിട്ടാണ് തരിക. അപ്പോൾ നമ്മൾ ഓർഡർ ആക്കിയിട്ട് എഴുതി കൊടുക്കുക. അതും വളരെ സിമ്പിളാണ്, എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കി വെക്കണം. ഇത് തന്നെ തരണമെന്നില്ല, ചിലപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുന്നത് നന്നായിരിക്കും. അടുത്ത ആക്ടിവിറ്റി നോക്കൂ. വർഷായി കവിതാക്കി സേ പങ്ക്തിയും പടേ ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖ്. ഇപ്പം നമുക്കിവിടെ തന്നിട്ടുണ്ട് വർഷായി എന്ന് പറഞ്ഞിട്ടുള്ള കവിത ഇവിടെ തന്നിട്ടുണ്ട്. ഇത് പഠിച്ചിട്ട് നമ്മളോട് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അത് അതിൻ്റെ ആൻസർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്കെന്താ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കവിത സേ തൂക്കാന്ത് ശബ്ദ വാലി ദോ പങ്ക്തിയും ചുൻകർ ലിഖ്. നമുക്കറിയാം തൂക്കാന്ത് ശബ്ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനത്തെ വരിയിൽ ഒരുപോലെ വരുന്ന സൗണ്ട്സിനെയാണ് നമ്മൾ തൂക്കാന്ത് ശബ്ദം എന്ന് പറയുന്നത് അല്ലേ.
ഇവിടെ ലഗാത്തെ ബജാത്തെ വരുന്നുണ്ട്, അതുപോലെ തന്നെ സുനാത്ത ദിഗാത്ത വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ തൂക്കാന്ത് ശബ്ദം എപ്പോഴും ചോദിക്കുന്നതാണ്. ലഗാത്തെ ബജാത്തെ ഇത് രണ്ടും എഴുതണം. അതുപോലെ തന്നെ എന്തെഴുതണം? സുനാത്ത ദിഗാത്ത. എളുപ്പമല്ലേ? തൂക്കാന്ത് ശബ്ദം റൈം വേർഡ്സ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സഹി മിലൻ കരോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മാച്ച് ദ ഫോളോയിങ് ചെയ്യാം അല്ലേ. ചാഞ്ച് ബജാത്ത, ഗീത് സുനാത്ത, നാച്ച് ദിഖാത്ത. ഇതൊക്കെ ആരാ ചെയ്തത്? ഇവിടെ മോറുണ്ട്, ജിഗൂറുണ്ട്, അതുപോലെ തന്നെ പപ്പീഹ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ചാഞ്ച് ബജാത്ത ആരാണ്? ജിഗൂറാണല്ലേ, ജിഗൂർ. അടുത്തത് ഏതാ? ഗീത് സുനാത്ത ആരാണ്? ഗീത് സുനാത്ത പപ്പീഹ ആണല്ലേ, പപ്പീഹ. അടുത്തത് നാച്ച് ദിഖാത്ത മോറാണല്ലേ, യെസ്, മോർ. സിമ്പിളല്ലേ ഇത്? എളുപ്പത്തിൽ നമുക്ക് ഇത് ഫില്ല് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ കവിത, ഈ 4 വരി കവിത നന്നായിട്ട് വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണല്ലേ, യെസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്കൊരു കവിത തരും, നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു കവിത തരും, എന്നിട്ട് അതിന് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. തൂക്കാന്ത് ശബ്ദവും അതുപോലെ തന്നെ ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും ചോദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹവ ഓർ ധൂൽ കവിത കി യെ പങ്ക്തിയം പടേ ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. അപ്പം നമ്മുടെ ഒരു കവിത തന്നിട്ടുണ്ട്, ഹവ ഓർ ധൂൽ അല്ലേ. ഇത് വായിച്ചിട്ട് ഇവിടെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. കോൺ ചബ് സെ നീച്ചെ ആയി. ധ ആണ് കേട്ടോ അത് പ്രൊനൗൺസ് ചെയ്യുന്നത്, ധ. കോൺ ജബ് സെ നീച്ചെ ആയി, ധൂലാണല്ലേ, ധൂൽ. ഇവിടെ നോക്കുക, ഈ വരി നോക്കുക. നമുക്കിതൊക്കെ ഈ കവിത ശ്രദ്ധിച്ചാൽ തന്നെ ഇതിൻ്റെ ഒക്കെ ആൻസർ കിട്ടും കേട്ടോ. നന്നായിട്ട് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. തരുന്ന ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, കോൺ ഡബ് സെ നീച്ചെ ആയി, ധൂലാണല്ലേ, യെസ്, ധൂൽ. ഇതെവിടെ നോക്കൂ, ധൂലുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ സ്പെല്ലിംഗ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ലേ, ധൂൽ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ആശയവാലി പങ്ക്തിയും ചുൻകർ ലിഖോ. ഇവിടെ നമുക്ക് 2 ആശയം തന്നിട്ടുണ്ട്, അത് റിലേറ്റ് ചെയ്യുന്ന വരികൾ നമ്മുടെ ഈ കവിതയിലുണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആൻസർ എന്താണ്? ആദ്യത്തെ ആൻസർ ഇതാ, ഈ 2 വരിയാണ്. ഓക്കെ, ഫസ്റ്റത്തെ 2 വരിയാണ്. ഓക്കെ, അപ്പോൾ അവർ തന്നിട്ടുള്ള വരികൾ നോക്കുക. ദൂൽ ആഖെ ബന്ദ്കർ ആകെ പീച്ചെ ഓർ ധായെ ഭായെ ഗോസ്തി രഹി. അതിനായിട്ട് റിലേറ്റ് ചെയ്യുന്ന അതേ ആശയം വരുന്ന വരികളാണ്. ദൂൽ ഗോസ്തി ആഖെ നീച്ചെ ധായെ ഭായെ ആകെ പീച്ചെ അല്ലേ. അതുപോലെ റിലേറ്റ് ചെയ്യുന്ന വരികളാണ് തന്നിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കൂ. ഹവ സാൻസെ ഗീഞ്ച്കർ ദൂൽ കെ നീച്ചെ ചൽ രഹി തി. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഹവ ചൽ രഹി. ഇത് അടുത്ത 3-ാമത്തെയും 4-ാമത്തെയും വരിയാണ് കേട്ടോ. ഹവ ചൽ രഹി, സാൻസെ ഗീച്ചെ നീച്ചെ നീച്ചെ ദൂൽ കെ നീച്ചെ. ഓക്കെ ആണല്ലോ. ഇതാണ് അടുത്തതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ്, വളരെ സിമ്പിളായിരിക്കും. ആദ്യം തന്നെ നമുക്കൊരു സ്റ്റോറീൻ്റെ ഒരു 3-4 ലൈൻസ് തരും, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള കവിതകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് ചിത്രകഥകൾ തരും, എന്നിട്ട് ഡിസോർഡർ ആക്കി കൊടുത്തിട്ടുണ്ടാവും, അത് ഓർഡർ ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. പിന്നീട് പോസ്റ്റർ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് ഇതാ ഇങ്ങനെ വരച്ചിടുകയെങ്കിലും ചെയ്യണം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് അതിന് മാർക്ക് തരും. എന്നിട്ട് അവിടെ കാര്യങ്ങൾ എഴുതുക. പാനി അല്ലെങ്കിൽ പ്രകൃതി, ഇതായിരിക്കും 2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.